നിങ്ങൾ സമാധാനത്തോടു കൂടി ഒരു ഷോപ്പിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അവിടെയുള്ള CCTV ക്യാമറ നിങ്ങൾ കണ്ടത്. നമ്മൾ കട്ടുകൊണ്ട് പോകാനൊന്നുമല്ല അകത്ത് വന്നത്, എന്നാലും ആ ഒരു ക്യാമറ കാണുമ്പോൾ ചിലരുടെ സ്വഭാവം പെട്ടെന്ന് മാറും. അയ്യോ ഞാൻ വീക്ഷണത്തിലാണല്ലോ എന്ന് വിചാരിച്ച് മാറി നടക്കും. അല്ലാത്ത ചിലരാണെങ്കിൽ ഇത്തരത്തിലൊരു കോപ്രായങ്ങളും കാണിച്ചുകൊണ്ടിരിക്കും. സോ നിങ്ങൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് നിങ്ങൾക്ക് എണീറ്റ് എന്തെങ്കിലും സ്നാക്സ് എടുക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ എണീറ്റ് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് TVയിലുള്ള ഷോ പോസ് ആവുന്നു. നിങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വന്ന് കൗച്ചിലിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് TV വീണ്ടും റെസ്യൂം ചെയ്യുന്നു. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഓൺലൈൻ ക്ലാസ് ഓഫീസിലെ മിനിയൊക്കെ ആയിട്ട് തല പെരുത്തിങ്ങനെ ഇരിക്കുവാണ്. ആ സമയത്ത് നിങ്ങളുടെ തല പെരുത്തിരിക്കുവാണ് എന്ന് ഓട്ടോമാറ്റിക്കായിട്ട് അറിഞ്ഞ് അതിനനുസരിച്ചുള്ള നല്ല മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ ഇട്ട് തന്നു. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം കൗതുകമാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുമ്പോൾ. എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആക്ച്വലി ഇപ്പോൾ റിയാലിറ്റിയിൽ ഉള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇതൊന്നും അത്ര പെരുത്ത് അങ്ങ് സ്പ്രെഡ് ആവാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ക്യാമറകളാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഭൂരിഭാഗം ആൾക്കാരും ക്യാമറകൾ അവരുടെ വീട്ടിൽ വെച്ച് അവരെ നിരീക്ഷിക്കുന്നത് പ്രൈവസി കൺസേൺ ആണ് എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഈ ടെക്നോളജികളൊന്നും അധികം അങ്ങോട്ട് ടേക്ക് ഓഫ് ആയില്ല. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കും, എന്നാൽ നിങ്ങളുടെ വീട്ടിൽ ഒരു ക്യാമറ പോലും വെക്കാതെ ഇത് സാധിക്കുമെങ്കിൽ എങ്ങനെ ഉണ്ടാവും? സോ ഗൂഗിൾ അത്തരത്തിലുള്ളൊരു ടെക്നോളജി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടെക്നോളജി വഴി നമുക്ക് ക്യാമറകളുടെ ഒന്നും സഹായമില്ലാതെ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് സ്റ്റഡി ചെയ്യാൻ പറ്റുന്ന ഒരു യുണീക്ക് ആയിട്ടുള്ള ടെക്നോളജി. സോ ഗൂഗിൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ക്യാമറകൾ വെക്കുന്നതിന് പകരം റഡാറുകൾ വെക്കാനായിട്ട് പോവാണ്. ഈ റഡാറുകളിൽ നിന്നും അൾട്രാസോണിക് സൗണ്ട് വേവുകൾ പുറപ്പെടുവിച്ച് അത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത് വെച്ചിട്ട് നമ്മുടെ ബോഡിയുടെ ഒരു 3D ഇമേജ് ഫിഗർ ഔട്ട് ചെയ്യാനും അതിലൂടെ നമ്മുടെ ബോഡി ലാംഗ്വേജ് കണ്ടുപിടിക്കാനുമാണ് ഗൂഗിളിൻ്റെ പരിപാടി. സോ നിങ്ങൾ ഇരിക്കുന്ന റൂമിൽ 5, 6, 7 റഡാറുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ആ റഡാറുകൾ വഴി സ്പേഷ്യൽ അവയർനെസ് ക്രിയേറ്റ് ആവും. സോ സ്പേഷ്യൽ അവയർനെസ് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ആ ഒരു മുറിയിൽ ഏതൊരു ചെറിയ സാധനം ഒന്നനങ്ങി കഴിഞ്ഞാലും അപ്പോൾ ആ ഒരു സെൻസറിന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും, കൃത്യമായിട്ട് എവിടെയാണ് ആ ഒരു അനക്കം സംഭവിച്ചത് എന്ന് വരെ പിൻ പോയിന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി പിൻ പോയിന്റ് ചെയ്യുന്നത് മാത്രമല്ല, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നും നമ്മൾക്ക് പ്രോഗ്രാം ചെയ്ത് വെക്കാനായിട്ടും പറ്റും. ആക്ച്വലി ഇത് ഏറ്റവും ആദ്യമായിട്ടൊന്നുമല്ല കേട്ടോ ഗൂഗിൾ ചെയ്യുന്നത്. ഗൂഗിൾ ഇതിന് മുന്നേ ഈ ഒരു ടെക്നോളജി സ്മാർട്ട് ഫോണിൽ കൊണ്ടുവന്നിട്ടുണ്ടായി. അത് 2014 2014 ഒരു എക്സ്പെരിമെന്റേഷൻ സ്റ്റേജിലായിരുന്നു. 2015 ഗൂഗിൾ അവരുടെ ഏറ്റവും ആദ്യത്തെ സോളി എന്ന് പറഞ്ഞ ഒരു സെൻസർ കൊണ്ടുവന്നത്. ആദ്യമായിട്ട് സോളി എന്ന് പറഞ്ഞ സെൻസർ ഉപയോഗിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, ഗൂഗിൾ പിക്സൽ 4 ഗൂഗിൾ പിക്സൽ 4ന്റെ മുകൾ ഭാഗത്തായിട്ടാണ് ഈ ഒരു സെൻസർ ഇരുന്നത്. അതിൽ നമുക്ക് കൈയിൻ്റെ ജസ്റ്റേഴ്സ് ഉപയോഗിച്ച് കുറേ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. അതായത് പാട്ടിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യണമെങ്കിൽ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ കാണിച്ചാൽ വോളിയം കൂടും, ഇങ്ങനെ കാണിച്ചാൽ വോളിയം കുറയും, അത്തരത്തിലുള്ള സെറ്റപ്പ് ഒക്കെ ആയിരുന്നു. പക്ഷേ ഗൂഗിൾ പിക്സൽ 4 ഇന്ത്യയിൽ ഇറങ്ങിയില്ല. കാരണം ആ ഒരു സോളിഡ് ചിപ്സെറ്റിൽ ഉപയോഗിക്കുന്ന റഡാറിൻ്റെ ആ ഒരു വേവ് ഇന്ത്യയിൽ ഈ ഒരു പബ്ലിക് യൂസിന് അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് ആ ഫോൺ ഇന്ത്യയിൽ ഇറങ്ങിയില്ല. എന്നാൽ ഗൂഗിൾ അവരുടെ ഈ ഒരു സ്മാർട്ട് റഡാർ അവരുടെ നെസ്റ്റ് ഹബ്ബ് സ്മാർട്ട് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഡിവൈസിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുവഴി നമ്മൾക്ക് ഒരു ഹോം മോണിറ്ററിംഗ് സിസ്റ്റം ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കായിരുന്നു ആ ഒരു ഡിവൈസിൽ കണ്ടത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, റഡാർ ഉപയോഗിച്ച് നമ്മൾക്ക് നമ്മളിൽ നിന്നും ഏതെങ്കിലും ഒരു വസ്തു എത്ര ദൂരെയാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റുമെന്ന്. എന്നാൽ ഇവിടെ ഈ റഡാർ വഴി യൂസ് ചെയ്യുന്നത് പ്രോക്സിമിക്സ് എന്ന് പറഞ്ഞ പുതിയൊരു ടെക്നോളജി വിങ് ആണ്. സോ പ്രോക്സിമിക്സ് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ വളരെ നിസ്സാരമായിട്ടുള്ളൊരു സംഭവമാണ്. അതായത് ഓരോരുത്തരും ഓരോ സിറ്റുവേഷനുകളിന് അവരുടെ ബോഡി ലാംഗ്വേജും അതേപോലെ അവരുടെ ചുറ്റുമുള്ള സ്പേസ് ഉപയോഗിക്കുന്നതും വ്യത്യാസമായിരിക്കും. ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, സീരിയസ് ആയിട്ടാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നിന്നുകൊണ്ട് ചിന്തിക്കും. എന്നാൽ കാഷ്വൽ ആയിട്ടാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ ആടിയും തലയൊക്കെ ചൊറിഞ്ഞും അവിടെ ഇവിടെയൊക്കെ നോക്കി ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്. സോ എൻ്റെ ബിഹേവിയർ അനുസരിച്ച് ഞാൻ ചുറ്റും ഉപയോഗിക്കുന്ന ആ ഒരു സ്പേസ് വ്യത്യാസമുണ്ട്. ഈ ഒരു സ്പേസ് വ്യത്യാസം വെച്ച് ഇതിനെ ഇമോഷനായിട്ട് മാപ്പ് ചെയ്ത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ നിങ്ങളുടെ കറണ്ട് സ്റ്റേറ്റ് എന്താണ് എന്ന് കണ്ടുപിടിക്കത്തക്കണമുള്ള വളരെ അഡ്വാൻസ് ആയിട്ടുള്ളൊരു സാങ്കേതിക വിദ്യയാണ്. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്തുനിന്ന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയൽ ആർക്കെങ്കിലും അയച്ചു കൊടുക്കണം എന്നുള്ളപ്പോൾ നിങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ഓടി നിങ്ങളുടെ റൂമിനകത്ത് കയറി കമ്പ്യൂട്ടറിലെ ആ ഒരു സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കമ്പ്യൂട്ടർ ഓൺ ആവുന്ന രീതിക്ക് വരെ ഈ ഒരു പുതിയ ടെക്നോളജി വഴി ചെയ്യാനായിട്ട് സാധിക്കും. സോ ഫൈനലി ലാർജ് സ്കെയിൽ അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ക്യാമറകളാണ് വീട്ടിനകത്ത് വെക്കുന്നതെങ്കിൽ നമ്മുടെ പ്രൈവസി പോവും എന്നുള്ളതുകൊണ്ട് ഈ ഒരു റഡാർ സെൻസേഴ്സ് ആണ് നമ്മൾ ഓരോ മുറികളിലും വെക്കുന്നതെങ്കിൽ നമ്മുടെ പ്രൈവസി പോവുകയുമില്ല. എന്നാൽ ക്യാമറയിൽ ചെയ്യാൻ പറ്റിയിരുന്ന കാര്യങ്ങളെക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടും അഡ്വാൻസ്ഡ് ആയിട്ടും നമ്മുടെ ബോഡി ലാംഗ്വേജ് വെച്ച് ഓരോരോ കാര്യങ്ങളും മൈന്യൂട്ടായിട്ട് ഓട്ടോമേഷൻ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ടെക്നോളജിയിൽ ഗൂഗിൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്ന് മാത്രമാണ് ഗൂഗിൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ടെക്നോളജി ഉപയോഗിക്കുന്ന ഡിവൈസുകളൊന്നും ഇതുവരെയും പുറത്തിറക്കിയിട്ടില്ല. പക്ഷേ മിക്കവാറും ഈ വർഷത്തോടെ അല്ലെങ്കിൽ അടുത്ത വർഷം എന്തെങ്കിലും ഒരു ചെറിയ ഡെമോ കാണാതിരിക്കില്ല. ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നി ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് സൈഡിലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.